ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സമ്മിനെ കുറിച്ചാണ്. അപ്പോൾ സം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു. 11, 22, 33, 44 അങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു. ഇതിൽ അതിന് മിഡിൽ ടേം ഇതിപ്പോൾ 4 എണ്ണം ഉണ്ട്. അപ്പോൾ അതിന് മിഡിൽ കറക്റ്റ് വരുമ്പോൾ ഏകദേശം ഇതായിട്ട് വരും. ഇത് പോട്ടെ, ഒരു 3 എണ്ണം എടുക്കാം, അതായിരിക്കും ഫസ്റ്റ് ഏറ്റവും നല്ലത്. 11, 22, 33 അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിന് സമ്മ് നോക്കാം. അപ്പോൾ എത്ര വരും? 66 വരും. അതെന്ന് പറയുന്നത് 3 ടൈംസ് മിഡിൽ ടേം അല്ലേ? മനസ്സിലായി. അതായത് 3 എണ്ണം ഉണ്ട്, അതിൻ്റെ മിഡിൽ ടേം എടുത്തു, എന്നിട്ട് അതിന് എത്ര നമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഗുണിച്ചു. അപ്പോൾ അതിൻ്റെ സമ്മ് കിട്ടി. സാധാരണ പോലെ കൂട്ടിയാലും സമ്മ് കിട്ടി. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താൽ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ആയിരിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ 11, 22, 33 3 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ സം ഓഫ് 3 ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ 3 എണ്ണം 66. ഇത് പക്ഷേ നമുക്ക് ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും പറ്റും. ഈവൻ ആണെങ്കിൽ എന്ത് പറ്റും? 22 + 33 55ൻ്റെ പകുതി എടുത്തിട്ട് ചെയ്യണം എന്ന് ഉള്ളൂ. അതായിരിക്കുമല്ലോ അതിൻ്റെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. അങ്ങനെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ നോക്കാം. അപ്പോൾ സം ഓഫ് 4 ഈക്വൽ ടു മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 55ൻ്റെ പകുതി 50 രണ്ടും കൂടി കൂട്ടിയിട്ടാണല്ലോ 22 + 33/2 ചെയ്ത് 52 പകുതി ഇൻറ്റു 4 നമ്പർ. അപ്പോൾ 55 ഇൻറ്റു 2 110 ആയിരിക്കും അതിൻ്റെ സം. അപ്പോൾ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും അതിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ആയിരിക്കും. ഇനി വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് PSC മാത്സ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഉപകാരപ്പെടുന്ന ഇതാണ്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് തുടർച്ചയായ ആദ്യ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n+1/2. നാച്ചുറൽ നമ്പേഴ്സിനാണ്. എക്സാമ്പിൾ നോക്കാം. സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ n എന്ന് പറയുമ്പോൾ എത്രയാണ് വേണ്ടത്? ആദ്യത്തെ 10 അല്ലേ? അപ്പോൾ n ഈക്വൽ ടു 10. അപ്പോൾ S10 ഈക്വൽ ടു 10 ഇൻറ്റു 10+1/2 ഈക്വൽ ടു 55. ഇങ്ങനെയാണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണുന്നത്. ഇനി സം ഓഫ് n ഈവൻ നമ്പേഴ്സ് ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ഫസ്റ്റ് വേണം, ഇടയ്ക്കൊന്ന് പറ്റില്ല. ഫസ്റ്റ് മുതലുള്ളതാണെങ്കിൽ Sn ഈക്വൽ ടു n ഇൻറ്റു n+1. അപ്പോൾ ചോദ്യം നോക്കാം. സം ഓഫ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് ഈവൻ നമ്പർ n ഈക്വൽ ടു 10. ആദ്യത്തെ 10 എണ്ണം അല്ലേ? അപ്പോൾ S10 ഈക്വൽ ടു 10 ഇൻറ്റു 10+1 വിച്ച് ഇസ് 110. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനിയുള്ളതാണ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. അത് കാണാനുള്ള ഇക്വേഷൻ Sn ഈക്വൽ ടു n². എക്സാമ്പിൾ നോക്കാം. സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 10. അപ്പോൾ Sn ഈക്വൽ ടു 10² വിച്ച് ഇസ് ഈക്വൽ ടു 100. ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമുക്ക് PSC മാത്സ് അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്കൊക്കെ ഇത്രയും മതിയാവും. സ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്കായിക്കോട്ടെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അതേസമയം 11, 22, 33 ഈ സീക്വൻസിലെ ഫസ്റ്റ് 50 ടേംസിൻ്റെ സമ്മ് കാണാൻ പറയുവാണ്. നമുക്ക് ഈ വഴികൾ വെച്ച് നോക്കുന്നത് ഇച്ചിരി പ്രയാസമല്ലേ? കാര്യം ഇത് ഫസ്റ്റ് തൊട്ടല്ല. കാര്യം ഇതിൽ നിന്ന് 11 ഓർക്കുമ്പോൾ 0 മുതലുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന് തുടക്കമല്ല, കുറച്ചൊന്ന് മാറിയിട്ടാണ്. അപ്പോൾ തുടക്കം തൊട്ടല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. Sn ഈക്വൽ ടു n/2 x1 + xn.
ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ സമ്മുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു ഇക്വേഷനും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ബേസിക്കലി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് പറയാം. എൻ നമ്മൾ പറഞ്ഞു എത്ര എണ്ണത്തിൻ്റെയാണ് സമ്മ് വേണ്ടത്, അതാണ് എൻ. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും xn എന്ന് പറയുന്നത് എത്ര എണ്ണത്തിൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 50 എണ്ണത്തിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 50ാമത്തെ ടേമാണ് xn. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണക്കിൽ നമുക്ക് ആദ്യമേ xn കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്ക് dn + f - d ഇട്ട് xn കാണും. ഓക്കെ, അപ്പോൾ xn = ഡിഫറൻസ് എത്രയാണ് 11. ആദ്യത്തെ 50 എണ്ണം, ഫസ്റ്റ് ടൈം 11, ഡിഫറൻസും 11. അപ്പോൾ 550 ആണ് xn. അപ്പോൾ നമുക്ക് കാണാം സം ഓഫ് 50 = 50/2 + x1 + xn. ഓക്കെ, ചെയ്യാം നമുക്ക്. 50/2 × 561. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 25 × 561 എന്ന് ചെയ്യാം. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് സമ്മ് കാണാനായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 50 ടേംസ്, ഈ സീക്വൻസിൻ്റെ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് കിട്ടും. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.